ഇന്ത്യ മുന്നണിയെ മറികടന്ന എൻഡിഎ ഭരണത്തിലേക്ക് നീങ്ങുകയാണ്. 300 വീണ്ടും തീൻ സൗപാർ 300ലേക്ക് 400 പ്രതീക്ഷിച്ചെടുത്ത് നിന്ന് 300ലേക്ക് എത്താൻ എൻഡിഎക്ക് കഴിയുന്നുണ്ട്. പക്ഷേ പോരാട്ടം അവസാനിച്ചില്ല. കർണാടക പോലെയുള്ള ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് പിന്നോട്ട് പോകേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നുമാകുമായിരുന്നില്ല കളി. കേരളത്തിൽ ഇപ്പോ 2 സീറ്റിലൊഴിച്ച് ബാക്കി എല്ലായിടത്തും UDF തേരോട്ടം തൃശൂർ BJP സുരേഷ് ഗോപിയിലൂടെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയാം. 15,000-ന് മുകളിലേക്ക് സുരേഷ് ഗോപി ലീഡ് ഉയർത്തുകയാണ്. വയനാട്ടിൽ 61,222 വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി ലീഡ് ചെയ്യുന്നു. ആലത്തൂരിൽ 4,194 വോട്ടുകൾക്ക് കെ രാധാകൃഷ്ണൻ ലീഡ് ചെയ്യുന്നു. വടകരയിൽ 12,639 ഈ ഷാഫിയുടെ ഇപ്പോഴത്തെ ഭൂരിപക്ഷം ലീഡ്. അത് നേരത്തെയുള്ള 10,000-ൽ നിന്ന് 12,000-ലേക്ക് കൂടുന്നു. പതുക്കെ ഷാഫി അവിടെ നില മെച്ചപ്പെടുത്തുകയാണ്. പക്ഷേ ഏറ്റവും അവസാനം KK ശൈലജയ്ക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമസഭയുടെ കാര്യം ചോദിച്ചു. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. TDP നിയമസഭയിൽ 107 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ജനസേന 17ഇടത്ത്, BJP 5ഇടത്ത്, YSR 21. ലോക്സഭയിലേക്ക് നോക്കൂ, 20 സീറ്റുകളാണ് ആന്ധ്രാപ്രദേശിൽ അവിടെ കിട്ടുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ 300-ൽ 20 എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. പക്ഷേ YSRCP വീക്ക് ആയിരുന്നില്ല എങ്കിൽ തെലങ്കാനയിൽ നിന്ന് 7 കൂടി കിട്ടുമ്പോൾ അവിഭക്ത ആന്ധ്രാപ്രദേശിൽ BJP ശക്തമായി മുന്നോട്ട് വരുന്നു. അതുകൂടി ഒരു ഘട്ടത്ത് YS രാജശേഖർ റെഡ്ഡി കോൺഗ്രസിന് വേണ്ടി മുറുക്കി പിടിച്ചിരുന്ന, കുമ്പിളിൽ ഒതുക്കി നിർത്തിയിരുന്ന ആന്ധ്രാപ്രദേശ് BJP അവിടെ മുന്നേറുന്നു എന്നുള്ളത് ഈ അന്തിമ ഫിഗർ 301-ൽ എത്തുന്ന ഘട്ടത്തിൽ അതീവ നിർണായകം. BRSന്റെ തകർച്ച, YSRCPയുടെ തകർച്ച, ഇത് രണ്ടും BJPക്ക് ഗുണകരമായി മാറുന്നു. അഭിലാഷ് നോക്കൂ, കോഴിക്കോട് 20,000-ലേക്ക് അടുക്കുന്നു. രാഘവേട്ടൻ ഫാക്ടർ 20,000-ലേക്ക് അടുക്കുന്നു കോഴിക്കോട്ട്. ഒന്നാം റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോൾ തന്നെ അത് കൃത്യമായൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഒന്നാം റൗണ്ടിൽ 2019-ൽ കിട്ടിയ വോട്ടിനേക്കാൾ മുന്നേക്ക് MK രാഘവന് പോകാൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ അത് ക്ലീൻ സ്വീപ്പാണ്. എല്ലാ നിയമസഭാ മണ്ഡലത്തിലും MK രാഘവൻ ലീഡ് ചെയ്യുകയാണ്. ആ ലീഡിന്റെ തുടർച്ചയിൽ ഇപ്പോൾ ലീഡ് ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ ലീഡ് 16,018. തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ ലീഡ് 1,910 കുറയുന്നു. അതേസമയം എറണാകുളത്ത് ഹൈബിയുടെ 34,231 വോട്ടുകൾക്കും, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് 30,058 വോട്ടുകൾക്കും, ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ 8,586 വോട്ടുകൾക്കും ലീഡ് ചെയ്യുകയാണ്. മാവേലിക്കരയിൽ 222 വോട്ടിന് നിലവിൽ UDF ലീഡ് ചെയ്യുന്നു. അവസാന ഘട്ടം വരെ മാവേലിക്കരയെ അനിശ്ചിതത്വം ഉദ്വിഗ്നപൂർണ്ണമായും നിലനിർത്തും മാവേലിക്കര. ആലപ്പുഴയിൽ KC വേണുഗോപാൽ ശക്തമായ ഒരു ലീഡ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. 11,122. അവിടെ ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴും രണ്ടാമതാണോ എന്നുള്ളത് അറിയില്ല. ഏതായാലും പക്ഷേ അത്തരം പ്രശ്നങ്ങളെല്ലാം മറികടന്നുകൊണ്ട് KC വേണുഗോപാലിന് മുന്നിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 11,122. വീണ്ടും സന്തോഷം നൽകുന്ന ഒരു വാർത്ത. തൃശൂരിൽ 16,000 കടന്ന് ലീഡ് വീണ്ടും ഉയർത്തുകയാണ് സുരേഷ് ഗോപി. 86,073 വോട്ടുമായി ഒന്നാമത് തുടരുമ്പോൾ 70,055 വോട്ട്, 16,018 വോട്ടിന്റെ കുറവാണ് രണ്ടാമതുള്ള LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്. അമ്പയെ പിന്നിൽ പോയിരിക്കുന്നു K മുരളീധരൻ. 28,289 വോട്ടിന്റെ വല്ലാത്ത കൂപ്പുകുത്തൽ. അതായത് മുരളീധരൻ പിന്നോട്ട് പോയത് സുരേഷ് ഗോപിക്ക് ഗുണമായി മാറുകയാണ്. ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ 5,789-ലേക്ക് അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തുന്നു. എനിക്ക് തോന്നുന്നു LDFന് ജയസാധ്യത ഇപ്പോൾ കാണുന്ന മണ്ഡലം ആലത്തൂരാണ്. ആലത്തൂരിൽ രമ്യ ഹരിദാസ് കഴിഞ്ഞ ഇലക്ഷൻ 1,58,000 വോട്ടിന് രമ്യ ഹരിദാസ് ജയിച്ച മണ്ഡലത്തിൽ കരുത്തനായ സംസ്ഥാന മന്ത്രി കെ രാധാകൃഷ്ണൻ അംഗത്തിനിറക്കുന്നു. CPM പ്രതീക്ഷിച്ചതുപോലെ 615 വോട്ട് നരേന്ദ്രമോദിയുടെ ലീഡാണ്. 615 വോട്ട്. ഘട്ടത്തിലും പ്രതീക്ഷിച്ചിട്ടില്ല. എടുത്ത വോട്ടിംഗ് യന്ത്രം പോലെ ആളുകൾ വോട്ട് ചെയ്ത് പോയിടത്താണ് 615 വോട്ടിന്റെ കേവലമായ ലീഡ്. അത് നാണക്കേടാണ്, ഒരു സംശയം വേണ്ട. ഇനി തിരിച്ചു വന്ന് എത്ര ഭൂരിപക്ഷത്തിലേക്ക് പോയാലും, എത്ര ലീഡിന് വിജയിച്ചാലും അത് നാണക്കേടാണ്. ഒരു തർക്കവും വേണ്ട. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് കോമൺ മാൻ. ലീഡ് കുറയുന്നു. 14,551 സുരേഷ് ഗോപിയുടെ ലീഡ് കുറഞ്ഞു. കോഴിക്കോട് MK രാഘവൻ 19,515. കേരളത്തിൽ UDF തരംഗം, ഇന്ത്യ മുന്നണിയുടെ ഗംഭീരമായ പ്രകടനം നമ്മൾ രാജ്യവ്യാപകമായി കാണുന്നു. ഒരു പക്ഷേ കർണാടക പോലെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല. രാജ്യത്തെ 300 കടന്നുപോയ 301 വരെ NDA എത്തിയിരുന്നു. അവിടെ നിന്ന് 10 സീറ്റ് താണ്. ഇപ്പോൾ 291-ലാണ്. ഇന്ത്യ മുന്നണി 231, മറ്റുള്ളവർ 21. പഞ്ചാബിൽ നിന്നൊരു കൗതുകകരമായ കാര്യം വരുന്നുണ്ട്. ഫരീദ്കോട്ട് മണ്ഡലത്തിൽ 2,300 വോട്ടുകൾക്ക് സരബ്ജിത്ത് സിംഗ് മുന്നിൽ നിൽക്കുന്നു. ഇന്ദിരാഗാന്ധിയെ വധിച്ച ബിയാൻ സിംഗിന്റെ മകനാണ് സരബ്ജിത്ത് സിംഗ്. ഫരീദ്കോട്ട് മണ്ഡലത്തിൽ ഈ ഘട്ടത്തിൽ അദ്ദേഹം മുന്നിട്ട് നിൽക്കുകയാണ്.
തരണിൽ ആരെന്നറിയാൻ ഞാൻ കൗതുകത്തോടെ കാത്തിരിക്കുന്നു. പഞ്ചാബ് വാരി സ്റ്റേജ് കൂടെ വയ്ക്കുമോ ദിബ്രുഗഡ് ജയിലിൽ നിന്ന്? തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യം 36, പുതിയ കണക്ക് ഇന്ത്യ സഖ്യം 36. നേരത്തെയുള്ള കണക്കിന്റെ തുടർച്ചയാണെങ്കിലും അത് കൃത്യമായൊരു മാർജിനിലേക്ക്, മെജോറിറ്റിയിലേക്ക്, വിജയത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ തവണത്തെ അതേ സംഖ്യയിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. 36 രണ്ടിടത്ത് മാത്രം. കാസർഗോഡ് നോക്കൂ, 12,231 വോട്ടുകൾക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഡ് ചെയ്യുന്നത്. അതായത് സംസ്ഥാനത്ത് UDF തരംഗം എന്ന് പറയാം. കാസർഗോഡ് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ അനായാസം 12,000-ൽ പരം വോട്ടുകൾക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ മുന്നിൽ നിൽക്കുന്നുവെങ്കിൽ അതിനർത്ഥം